നമസ്കാരം. കണ്ണൂർ വിഷൻ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്ലസ് ഓർ മൈനസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. വെറും പ്ലസ് ഓർ മൈനസ് അല്ല, ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ ഒരു പുതിയ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ തുടങ്ങുകയാണ് പ്ലസ് ഓർ മൈനസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക്. കണ്ണൂർ വിഷൻ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലെ ഒരു ടീം ഇവിടെ റെഡിയാണ്. രണ്ട് സിസ്റ്റേഴ്സാണ്. ക്ലാസ് കഴിഞ്ഞിട്ട് വന്നിട്ട് ചെറുതായിട്ട് ഒരു പർച്ചേസിങ്ങിന് വേണ്ടി വന്നതാണ്. നമസ്കാരം. പേരെന്താണ്? എൻ്റെ പേര് ജീനഫ്. എവിടെയാണ് സ്ഥലം? എവിടെയാണ്? സിറ്റി. എവിടെ പഠനം എവിടെയാണ്? സെൻറ്റ് ട്രേസ. ഓക്കെ, എത്രയല്ല പഠിക്കണേ? പ്ലസ് ടു. എങ്ങനെയുണ്ട് ക്ലാസ്സൊക്കെ? നന്നായിട്ട് പോകണം. ഏതാ ഗ്രൂപ്പ് എടുത്തിരിക്കുന്നത്? കൊമേഴ്സ്. അസ്സലാമു അലൈക്കും. എന്താണ് പേരെന്താണ്? എവിടെ സിറ്റിക്ക് തന്നെയാണോ? സിറ്റി തന്നെ. ഓക്കെ, നിങ്ങൾ മുന്നേ ഒരുമിച്ച് പഠിച്ചവരാണോ അല്ലെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം ഇപ്പോൾ വന്നിട്ട് പഠിച്ചതാണല്ലേ? സാധാരണ നിങ്ങൾ ഈ പർച്ചേസിങ്ങുമായി ബന്ധപ്പെട്ട് ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിൽ തന്നെയാണോ വരാറ് പൊതുവേ? എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും ഈ പർച്ചേസിംഗ് എന്ന് പറഞ്ഞാൽ അത് സ്ത്രീകളുടെ ഒരു കുത്തകയാണ്. കാരണം പുരുഷന്മാർ വന്നാൽ അത് പൊതുവെ എപ്പോഴും പോസ്റ്റായിരിക്കും. സാധാരണ ഒരുപാട് സൂപ്പർ മാർക്കറ്റുകളുണ്ട്, പല സ്ഥലങ്ങളിൽ നിങ്ങൾ പോയതായിരിക്കാം. ഒരു ഗ്രീൻസിലുണ്ടാവുന്ന ഒരു പോസിറ്റീവ് എനർജി എന്താണ്? ഇവിടുന്ന് ഒരു പർച്ചേസിംഗ് ഉണ്ടാവുന്ന ഒരു സുഖം, എല്ലാത്തിനും ഒരു പോസിറ്റീവ്. ഇവിടെ എന്ത് തോന്നുന്നു താങ്കൾക്ക്? അറ്റ്മോസ്ഫിയർ നല്ലതാണ്. പിന്നെ പ്രൊഡക്റ്റുകളൊക്കെ നല്ല പ്രൊഡക്റ്റാണ്. ഈ റേറ്റ് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരാറില്ലേ? അന്നൊക്കെ വന്നിട്ട് വാങ്ങിക്കാറുണ്ടോ? കുറവാണ്. ഇവിടെ എങ്ങനെ തോന്നുന്നു? ഇവിടെ ഒരു അറ്റ്മോസ്ഫിയർ നല്ല റേഞ്ചിങ്, സോ ഈസി ആയിട്ട് ചെയ്യാം. ശരി, ഓക്കെ. ഫാമിലി ആയിട്ടൊക്കെ ഇവിടെ വന്നിട്ട് ചെയ്യാറുണ്ടോ പർച്ചേസിങ്? വാങ്ങിക്കാറുണ്ട് അല്ലേ? ശരി. അപ്പോൾ ക്ലാസ് ഇപ്പോൾ എന്ത് വാങ്ങിക്കാനാണ് വന്നെങ്കിൽ സാധാരണ? ജ്യൂസ് വാങ്ങിക്കാം. അപ്പോൾ ചോദിക്കുമ്പോൾ പറഞ്ഞു നമ്മൾ ജ്യൂസ് വാങ്ങിക്കാൻ വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, വിജയിച്ച് കഴിഞ്ഞാൽ ഒരുപാട് സമ്മാനമുണ്ട്, ഗിഫ്റ്റ് വൗച്ചർ അടക്കമുണ്ട്. അപ്പോൾ എന്തായാലും ജ്യൂസ് വാങ്ങിക്കല്ല, ഈ മത്സരത്തിൽ പങ്കെടുത്തതിന് ശേഷം നമുക്ക് ജ്യൂസിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കാമെന്ന് പറയും. അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ പേര് പ്ലസ് ഓർ മൈനസ് എന്നാണ്. കണ്ണൂർ വിഷൻ ചാനലും അതുപോലെ തന്നെ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റും ചേർന്ന് ചെയ്യുന്നൊരു പരിപാടിയാണ്. എല്ലാ ശനി ഞായർ ദിവസം രാത്രി 8 മണി മുതൽ 8:30 വരെ കണ്ണൂർ വിഷൻ ചാനൽ പോയിക്കൊണ്ടിരിക്കുന്ന പരിപാടി. ഈ 2 ട്രോളി നിങ്ങൾക്ക് ഒരാൾക്കുള്ളതാണ്. ഓക്കെ, ഇത്രയും വലിയൊരു സ്ഥലം, 5 മിനിറ്റ് സമയം. ചിലപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ വേണ്ടി വരും നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. പക്ഷേ ഇവിടെ 5 മിനിറ്റ് സമയം മാത്രമേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് 2 പേർക്കും 2 ഭാഗങ്ങളിലേക്കായിട്ടാണ് പോകേണ്ടത്. ഓക്കെ, ഫേസ് ടു ഫേസ് കാണാത്ത രീതിയിൽ 2 ഭാഗങ്ങൾ പോയിട്ട് എന്ത് സാധനം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. നമ്മളിവിടെ ഒരു ബൗള്, ഒരു റേറ്റ് ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇത് എത്ര റേറ്റ് എന്നുള്ളത് ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. നിങ്ങളെപ്പോലെ തന്നെയാണ് ഞങ്ങൾ. ഇത് ഗ്രീൻസ് എഴുതിയിട്ടിരിക്കുന്ന റേറ്റാണ്. നിങ്ങൾ കൊണ്ടുവരുന്ന സാധനങ്ങൾ സെയിം സാധനങ്ങൾ ഔട്ടാവും. ബാക്കി വരുന്ന സാധനങ്ങളുടെ MRP കൂട്ടി നോക്കിയിട്ട് ഒരു റേറ്റ് കിട്ടുമല്ലോ, ആ റേറ്റ് ഇതിനുള്ളിൽ വരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻസ് നൽകുന്ന സമ്മാനങ്ങളുണ്ട്. ഇനി അല്ലെങ്കിലും പ്രോത്സാഹന സമ്മാനമുണ്ട്. ചെറിയൊരു മത്സരമായിട്ട് കണക്കാക്കിയാൽ മതി. ചോദ്യങ്ങളോ ഉത്തരങ്ങളോ ഒന്നുമില്ലാത്ത ഒരു കുഞ്ഞു പരിപാടി. പ്രോഗ്രാമിൻ്റെ പേര് പ്ലസ് ഓർ മൈനസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കുള്ള ഒരു ട്രോളിയാണിത്. ഓക്കെ, അപ്പോൾ 2 ഭാഗത്തേക്കായിട്ടാണ് പോകേണ്ടത്. നമ്മൾ അവിടെ നിന്നാണ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ സമയം നമ്മൾ 2 ക്യാമറമാൻ ടീമുകളും നിങ്ങളുടെ കൂടെ വരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. 5 മിനിറ്റ് ദിവസവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ പ്രൊഡക്റ്റിലല്ല, കുഞ്ഞു പ്രൊഡക്റ്റിൽ മാക്സിമം പർച്ചേസ് ചെയ്യുക. എന്നിട്ട് അതായിട്ട് നേരെ നമ്മുടെ കൗണ്ടറിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ 2 പേരും ഇവിടെ മത്സരിക്കാൻ റെഡിയാണ്. ഇവിടെ ടൈം സ്റ്റാർട്ട് ചെയ്യാണ്. 5 4 3 2 1 0. അപ്പോൾ പോയിട്ട് പർച്ചേസ് ചെയ്തോ. 5 മിനിറ്റ് സമയം കേട്ടോ, പെട്ടെന്ന് പർച്ചേസ് ചെയ്തോ.
5 മിനിറ്റ് സമയം കൊടുത്തിട്ട് ഇവർ സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. ഇവിടെ വലിയ കുഴപ്പമില്ല കേട്ടോ, ഇവിടെ അത്രയില്ല, എന്നാലും ഇവിടെ വലിയ കുഴപ്പമില്ലാത്ത പർച്ചേസിങ് നടത്തി. ഇനി ശരി, നിങ്ങളുടെ ഓരോ ആൾക്കാരെടുത്ത പ്രൊഡക്റ്റ് നമുക്കൊന്ന് MRP നോക്കാം. ഓക്കെ, ആദ്യം കൂട്ടുകാർ വരും. അപ്പോൾ ആളെടുത്തിരിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ റേറ്റ് നമ്മൾ നോക്കുകയാണ്. അതിനുശേഷമാണ് നമ്മുടെ മറ്റേ കൂട്ടുകാരെടുത്തിരിക്കുന്ന റേറ്റ് നോക്കുക. ഇതിലെത്രയാണ് റേറ്റ് എഴുതിയിട്ടിരിക്കുന്നത് നമുക്കറിയത്തില്ല. ഇതിൽ ചെറിയ പ്രൊഡക്റ്റുകൾ, കുറച്ച് പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ. ആളെടുത്തിരിക്കുന്ന റേറ്റ് എത്രയായിരുന്നു? 3997. 3997 രൂപയുടെ സാധനമാണ് കൂട്ടുകാരെടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതാണ് യുദ്ധം, ഇനിയാണ് യുദ്ധം എന്നൊക്കെ പറയുന്ന പോലെ. നോക്കാം കുഴപ്പമില്ല, നോക്കാം. ഒന്നും നോക്കിയിട്ടില്ല അല്ലേ? കുഴപ്പമില്ലാത്ത പർച്ചേസിംഗ് ആണ്. 5 മിനിറ്റ് കൊണ്ട് ഇവർ നല്ല രീതിയിൽ തന്നെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ടോട്ടൽ MRP റേറ്റ് കൂട്ടിയിരിക്കുന്ന റേറ്റ് എത്രയാണ് നമുക്ക് നോക്കാം. ടോട്ടൽ റേറ്റ് എത്രയായിരുന്നു? 8399. 8399. ഇത്രയും രൂപയുടെ സാധനമാണ് നിങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഈ 5 മിനിറ്റ് കൊണ്ട്. ശരിക്കും ആ വാശി അങ്ങ് തീർത്തുമല്ല, വേദനകളൊക്കെ തീർത്തുമല്ല അവിടെ. കുഴപ്പമില്ല. ഇനി വേണ്ടത് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ റേറ്റ് ഇവർ എഴുതിയിട്ടുണ്ട്. ആ റേറ്റ് എത്രയാണെന്ന് നമുക്ക് നോക്കും. ഈ 8399 എന്ന് പറയുന്നത് 8399 ഈ എഴുതിയിരിക്കുന്നതിൻ്റെ മിഡിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഗ്രീൻസ് നൽകുന്ന സമ്മാനമുണ്ട്, ഇല്ലെങ്കിൽ പ്രോത്സാഹന സമ്മാനമുണ്ട്. അപ്പോൾ ഇതിലൊരു റേറ്റ് എഴുതിയിട്ടുണ്ട്, അത് നോക്കിക്കോളൂ. ഉള്ളിലുണ്ടൊരു എൻവലപ്പിൻ്റെ ഉള്ളിൽ കൈവർക്കണ്ട കേട്ടോ. 8399 എന്ന് പറയുന്ന റേറ്റിനാണ് ഇവർ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ എഴുതിയിട്ടിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 6000 to 6500 എന്നാണ് എഴുതിയിട്ടിരിക്കുന്നത്. 6000 to 6500 എന്നാണ് ഇതിൽ എഴുതിയിട്ടിരിക്കുന്നത്. കുഴപ്പമില്ല, നല്ല 5 മിനിറ്റ് കൊണ്ട് നല്ല രീതിയിൽ തന്നെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർക്കുള്ള ഞങ്ങളുടെ പ്രോത്സാഹന സമ്മാനമുണ്ട് കേട്ടോ. ഈ പ്രോഗ്രാമിൻ്റെ പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ പ്രോത്സാഹന സമ്മാനം നൽകുകയാണ്. 5 മിനിറ്റിനുള്ളിൽ ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, പക്ഷേ റേറ്റ് ഒരു അല്പം കൂടിപ്പോയി. ഞങ്ങളുടെ പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ ഞങ്ങളുടെ സ്നേഹ സമ്മാനം. ഓക്കെ, താങ്ക് യു. ഇനിയിപ്പോൾ എന്താ ജ്യൂസ് വാങ്ങിക്കാനല്ലേ വന്നേക്കണേ? ഗോ ടു യുവർ ക്ലാസ്സസ്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ കാലഘട്ടം എന്ന് പറയുന്നത് ദിനം പ്രതി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വ്യക്തികളുടെ ജീവിത ശൈലി അല്ലെങ്കിൽ ഒരു സ്റ്റൈൽ എന്നൊക്കെ പറയുന്നത് ദിനം പ്രതി മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള ഹൈപ്പർ മാർക്കറ്റുകൾ അല്ലെങ്കിൽ പല കടകളിൽ കയറാതെ എല്ലാം ചേർന്നിട്ടുള്ള ഒരു കൂടാരത്തിൽ നിന്നും വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും കിട്ടുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരേ ഒരു നാമധേയം എന്ന് പറയുന്നത് ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് മാത്രമാണ്. അത് പ്രേക്ഷകർക്ക് ഇവർ നൽകുന്നൊരു വിശ്വാസമാണ്. അത് പരസ്പരം ഗിവ് ആൻഡ് ടേക്കാണ്. അതാണ് വിശ്വാസം എന്നതിലൂടെ മാത്രമേ ഏത് സ്ഥാപനവും മുന്നോട്ട് പോകത്തുള്ളൂ. ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ്, അതായത് വന്നു പോയ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് കണ്ണൂരായിക്കോട്ടെ, കണ്ണൂർ ജില്ലയിലായിക്കോട്ടെ, ഔട്ട് ഓഫ് കണ്ണൂർ എങ്ങനെയും ആയിക്കോട്ടെ. ഇത്രയും വർഷമായിട്ടും ഒരു സ്ഥാപനം ഇത്രയും പുതിയ ആൾക്കാരെ വീണ്ടും സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വലിയൊരു വിഷമമുള്ളൊരു കാര്യമാണ്. കാരണം കോമ്പറ്റീഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് ഇത്രയും വിശ്വാസം നേടിയെടുക്കാനുള്ള കാരണങ്ങൾ ഏതൊക്കെ രീതികളിലാണ് പൊതുവെ ഒരു വിശ്വാസം നേടിയെടുത്തത്? മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സർവീസ് തന്നെയാണ്. നമ്മൾ മെയിൻ കോൺസെൻട്രേഷൻ സർവീസ്, കസ്റ്റമർ ഫസ്റ്റ് എന്നുള്ളൊരു പ്രയോറിറ്റിയിലാണ് നമ്മൾ നോക്കുന്നത്. അതായത് കസ്റ്റമർ ഇല്ലെങ്കിൽ നമ്മളില്ല എന്നുള്ളൊരു ഇതാണ്. കസ്റ്റമേഴ്സാണ് നമ്മളെ വളർത്തുന്നതും തളർത്തുന്നതും. ഏത് ബിസിനസ്സിനെ ആയാലും കസ്റ്റമറാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പം നമുക്ക് മെയിൻ പ്രയോറിറ്റി നമ്മൾ കസ്റ്റമറാണ്. കസ്റ്റമർക്ക് വേണ്ടുന്ന രീതിയിൽ നമ്മൾ കസ്റ്റമൈസ് ആവുകയാണ് ചെയ്യുന്നത്.
നോർമലി കസ്റ്റമേഴ്സ് ആണ് ഷോപ്പിനനുസരിച്ച് മാറുക, പക്ഷെ നമ്മൾ കസ്റ്റമറിനനുസരിച്ച് മാറുക. ഇപ്പോൾ നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ മുന്നേ ഒരു ബ്രാഞ്ച് ഉണ്ടായത്, ഇപ്പം നമുക്കിപ്പോൾ ഇന്നിപ്പം 5 ബ്രാഞ്ചും 6ാമത്തെ ബ്രാഞ്ച് കസ്റ്റമർ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് പയ്യാമ്പലത്ത് 6ാമത്തെ ബ്രാഞ്ച് ഈ മാസം തന്നെ ഇനോഗ്രേഷൻ നടക്കാൻ പറ്റും. പയ്യാമ്പലത്ത് ഈ മാസം തന്നെ ഇനോഗ്രേഷൻ നടക്കാൻ പറ്റും. ഇപ്പോൾ പയ്യാമ്പലം എന്ന് പറയുമ്പോൾ ഇപ്പം പയ്യാമ്പലത്തെ ആൾക്കാർക്ക് നോക്കുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, കസ്റ്റമറിന് വേണ്ടി നമ്മൾ മാറുക. പയ്യാമ്പലത്ത് നോക്കുമ്പോൾ നല്ലൊരു ഹൈപ്പർ മാർക്കറ്റോ സൂപ്പർ മാർക്കറ്റോ കാര്യമില്ല. ആ ഏരിയയിലുള്ള ക്രൗഡ് ഇപ്പോൾ ഞായറാഴ്ച ദിവസങ്ങൾ, വെള്ളി, ശനി, ഞായർ നമ്മൾ പോയാൽ അവിടെ ഒരുപാട് ട്രാഫിക് കാര്യങ്ങൾ. പക്ഷേ ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്നത് റോഡ് സൈഡുള്ള ഈ ഫുട്പാത്ത് സെയിൽസ്, അതുപോലെ ഹൈജീൻ കാര്യങ്ങളൊക്കെ. ഇപ്പം നമ്മളെ പോലത്തെ ഒരു ബ്രാൻഡ് വരികയാണെങ്കിൽ കസ്റ്റമർ കുറച്ചും കൂടെ വിശ്വസിച്ച് സാധനങ്ങൾ വാങ്ങാനും നല്ല പ്രൈസിൽ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ്, വൈഡ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ്, ആ ഒരു സ്പെഷ്യാലിറ്റി ഇപ്പോൾ പയ്യാമ്പലത്ത് പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഗ്രാൻഡ് പ്ലാസ ഗ്രീൻസിൽ വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് കൊടുക്കുന്ന വാസ്റ്റ് ആയിട്ടുള്ള, അതായത് ഒരു 10,000-ൽ മേലെ പ്രോഡക്ട്സ് നമുക്ക് ഇവിടെ തന്നെ ഉണ്ട്. അതും പല ബ്രാൻഡിൻ്റെ, അത് മറ്റ് സ്ഥലങ്ങളിൽ ഇല്ലാത്ത. ഇപ്പം ഞാനും മറ്റ് സൂപ്പർ മാർക്കറ്റ്സ്, ഹൈപ്പർ മാർക്കറ്റ്സിലൊക്കെ പോകുന്നതാണ്. എന്നാൽ കൂടെ നമുക്ക് ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഷെൽഫ് കാലിയായിരിക്കും, സാധനങ്ങൾ ഉണ്ടാവില്ല, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും. നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടാവും. ഇപ്പോൾ പച്ചക്കറി ആണെങ്കിൽ തന്നെ രാവിലെ 9 മണിയാകുമ്പോഴേക്കാണ് ഡെയിലി വരുന്ന പച്ചക്കറി. നമുക്ക് പറഞ്ഞാൽ ഇന്നലെ വന്ന സാധനം ഇന്ന് വിൽക്കില്ല, ഉണ്ടാവത്തില്ല. ഡെയിലി ഫ്രഷ് വെജിറ്റബിൾസ് ആയാലും ഫ്രൂട്ട്സ് ആയാലും വരുന്നു. അത് 9 മണിയാകുമ്പോഴേക്ക് സെറ്റ് ചെയ്യുന്നു. കസ്റ്റമേഴ്സ് രാവിലെ വന്നാൽ 9 മണിക്ക് തന്നെ ഫ്രഷ് പച്ചക്കറി വാങ്ങിയിട്ട് പോകാനുള്ളത്. പിന്നെ അതിന് പുറമെ ഇപ്പം നമ്മളിപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കസ്റ്റമേഴ്സിനോട് എന്ത് ചെയ്യുന്നു വെച്ചാൽ, കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഒരു ആപ്പ്, ഗ്രീൻസ് ആപ്പ് എന്ന് പറഞ്ഞുള്ളൊരു ആപ്പ്, ഗ്രീൻസ് ഹൈപ്പറിന്ന് iOS-ലോ ആപ്പിൾ സ്റ്റോറിലോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗ്രീൻസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൽ പറയുന്നത് വെച്ചാൽ എല്ലാം ഈ ഇൻസ്റ്റോർ ചെയ്യുന്ന അതേ എക്സ്പീരിയൻസ് നമുക്ക് ആപ്പിലും അവൈലബിൾ ആണ്. അറ്റ് ദി സെയിം ടൈം അതിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. ചിലപ്പോൾ ഇൻസ്റ്റോർ ഇല്ലാത്ത സ്പെഷ്യൽ ഓഫേഴ്സ് ആപ്പിലുണ്ടാവും. അതിന് പുറമെ നമ്മൾ സെയിം ഡേ ഡെലിവറി, ഇപ്പം ബാക്കിയുള്ള ആൾക്കാരൊക്കെ ചെയ്യുന്ന പോലെ നെക്സ്റ്റ് ഡേ ഡെലിവറിയോ അല്ലെങ്കിൽ പിന്നെ ഡിലേ ഡെലിവറി അല്ല, എനിത്തിങ് അത് ഫ്രീ ഡെലിവറിയോ ആണ്. ഫ്രീ ഡെലിവറിയാണ്, ഹോം ഡെലിവറി ഫ്രീ ആണ് അതിനകത്ത്. അതേപോലെ നമുക്ക് greenshopping.com എന്ന് പറഞ്ഞിട്ട് വെബ്സൈറ്റും ഉണ്ട്. അതിൽ കയറിയും നിങ്ങൾക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്താണെന്ന് വേണ്ടിച്ച് അത് ഓർഡർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കസ്റ്റമറിന് വേണ്ടി ചെയ്യുന്നതാണ്, അല്ലാതെ നമ്മളെ കസ്റ്റമറിലേക്ക് മാറ്റിയല്ല. കസ്റ്റമറിന് വേണ്ടി നമ്മൾ അങ്ങോട്ടേക്ക് മോൾഡ് ആവുകയാണ്. പിന്നെ പറഞ്ഞാൽ കസ്റ്റമർ സർവീസ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. വരുന്ന ഓരോ കസ്റ്റമറെ ഗ്രീറ്റ് ചെയ്യുക. അതായത് എനിക്ക് തോന്നുന്നു കണ്ണൂരിൽ തന്നെ ഏറ്റവും ഫസ്റ്റ് മീറ്റ് ആൻഡ് ഗ്രീറ്റ്, അതായത് കസ്റ്റമറിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹോസ്റ്റൽ സിസ്റ്റം കൊണ്ടുവന്ന് നമ്മളാണ്. അതായത് വരുന്ന ഓരോ കസ്റ്റമർ അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും ഗ്രീറ്റ് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക എന്നുള്ള ഒരു പോളിസീൻ്റെ ഭാഗമായിട്ടാണ് നോർമലി ജ്വല്ലറീസിലും ഹൈ എൻഡ് ഫാഷൻസിലൊക്കെ ചെയ്യുന്ന സാധനം ഒരു ഹൈപ്പർ മാർക്കറ്റിൽ കണ്ണൂർ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മളായിരിക്കും. ഈ ഓഫേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഓഫേഴ്സ് പറയുമ്പോൾ നമുക്ക് പറഞ്ഞാൽ ഇപ്പം വീക്ക്ലി ഓഫേഴ്സ് ഉണ്ടാവും, മന്ത്ലി ഓഫേഴ്സ് ഉണ്ടാവും, പിന്നെ ഡെയിലി വരുന്ന ഓഫേഴ്സ് ഉണ്ടാവും. ഇപ്പം നമ്മൾ പച്ചക്കറി ഒക്കെ നോക്കുകയാണെങ്കിൽ ബുധൻ, ശനി ദിവസങ്ങളിലാണ് പച്ചക്കറി ഓഫേഴ്സ് ഉള്ളത്. അതിന് പുറമെ ഇപ്പം നമ്മളിന് വേറൊരു സിസ്റ്റം മുന്നോട്ട് കൊണ്ടുവന്ന് വെച്ചാൽ നമ്മൾ പൾസസ്, റീപാക്ക് ഐറ്റംസിന് ഒരു സ്പെഷ്യൽ ഓഫേഴ്സായിട്ട് ഒരു മന്ത് എൻഡ് ആകുമ്പോഴേ, കാരണം മന്ത് എൻഡ് ആകുമ്പോൾ ഇപ്പം നമ്മളെ അവസ്ഥയൊക്കെ ആയാൽ തന്നെ നമുക്ക് മാസം ആദ്യം ശമ്പളം കിട്ടി പൈസ ഉണ്ട്, അവസാനം ആകുമ്പോഴേക്ക് ബുദ്ധിമുട്ടുന്ന സമയങ്ങളിൽ ഗ്രീൻസ് കസ്റ്റമേഴ്സിൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഒരു പ്രോമിസ് ആയിട്ടാണ് മന്ത് എൻഡ് ആകുമ്പോഴേക്ക് പൾസസിന് വേണ്ടി സ്പെഷ്യൽ ഒരു ഡിസ്കൗണ്ടും ഓഫേഴ്സും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും ആ സമയം. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത, അത് ശ്രദ്ധിച്ചോന്നറിയില്ല, നമ്മുടെ ഏറ്റവും വലിയ ഉയരം കൂടിയ ഒരു ബിൽഡിംഗ് ബുർജ് ഖലീഫ എന്ന് പറയുന്നത്, അവിടെ വന്ന ഒരു സാധാരണ ഫാമിലി അവരുമായി ബന്ധപ്പെട്ടുള്ള ഒരു മാനേജ്മെൻറ്റിനോട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു പോലും, ഇന്നത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, അത് വേറെ രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് അവിടുത്തെ മാനേജ്മെൻറ്റ് ടീമിനോട് പറയുകയും അവർ പറയുന്നത് കേട്ടിട്ട് ആ മാനേജ്മെൻറ്റ് ടീം ആ രീതിയിൽ ചെയ്തു എന്ന് പറഞ്ഞൊരു വാർത്ത ഉണ്ടായിരുന്നു. എപ്പോഴെങ്കിലും വരുന്ന കസ്റ്റമേഴ്സ് ഒരു ഇതുപോലെ പറഞ്ഞിട്ടുണ്ടോ, ഇങ്ങനെ ഒന്ന് ചെയ്യണമായിരുന്നു? ഇത് കണ്ടോ ആ വെള്ളം വെച്ചിരിക്കുന്നത് ഡിസ്പെൻസർ, ഒരു കസ്റ്റമർ കംപ്ലൈൻറ്റ് ചെയ്ത്, അതായത് കംപ്ലൈൻ്റ് അല്ല, കസ്റ്റമർ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞു, വായിച്ചു. അതേ ദിവസം തന്നെ മാനേജർ ഇടപെട്ടു, ശ്രീഷ് ഇടപെട്ടു, ആ സാധനം അന്ന് തന്നെ വൈകുന്നേരം ഡിസ്പെൻസർ വെച്ചു. ഇത് ചെറിയൊരു കാര്യം. അതായത് നമ്മൾ കസ്റ്റമർ പറയുമ്പോൾ നമ്മൾ കേൾക്കണം, കാരണം എന്ന് വെച്ചാൽ പലതും നമുക്ക് മാത്രം അറിയുന്നതല്ല, അവർക്കറിയാവുന്ന, അവർ കസ്റ്റമർ വന്നിട്ട് ദാഹിച്ചിട്ടായിരിക്കും ആ ഒരു സജഷൻ എഴുതിയിട്ടുണ്ടാവും. സെയിം ഡേ തന്നെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് ഇവിടെയും ബാക്കിയുള്ള എല്ലാ സ്റ്റോഴ്സിലും സെയിം ഡേ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യും. പിന്നെ ഷോറൂം എപ്പോഴും കളർഫുൾ ആയിരിക്കണം, അത് കാണുന്നത് ഒരു ബ്യൂട്ടി ആയിരിക്കണം, സുന്ദരമായിരിക്കും. നമ്മൾ മെർച്ചൻഡൈസിംഗിൽ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്. ഇപ്പോൾ കളർ കോമ്പിനേഷൻ, ഇപ്പോൾ ഈ സൈഡിൽ നിങ്ങൾ നോക്കിയാൽ ഒരു നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ഇപ്പിട്ട് തന്നെ അത് സൂപ്പർവൈസറുടെ ഡിസിഷൻ ആയിരുന്നു ഇവിടെ ഇപ്പിടാം. അപ്പോൾ അത് നോക്കുമ്പോൾ ആ ഒരു കളർ കോമ്പിനേഷൻ ഇപ്പം വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ മടുക്കരുത് എന്നുള്ളൊരു ഇതിലാണ്. പിന്നെ അതേപോലെ ഇപ്പം ഇത് ഗ്രാൻഡ് പ്ലാസ കുറച്ച് പഴക്കമായിട്ടുള്ളതാണ്. അതേപോലെ തളാപ്പ് നമ്മളിപ്പോൾ റെനോവേറ്റ് ചെയ്തിട്ട്, അതും കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളും, അതായത് ഏകദേശം 10-12 കൊല്ലമായിട്ടുള്ള ഒരു സ്റ്റോറാണ് തളാപ്പിലെ ഡൗൺ ടൗൺ മോളിലുള്ളത്. അപ്പോൾ അത് കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് അനുസരിച്ച് അത് മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സിയും കാര്യങ്ങളും ചെയ്ത് റെനോവേഷൻ ഈ മാസം അല്ല അടുത്ത മാസം കംപ്ലീറ്റ് ആവും. അടുത്ത മാസം അത് ഫുള്ളായിട്ട് ഒരു റീലോഞ്ച് ഉണ്ടാവും. അതുപോലെ തന്നെ പയ്യാമ്പലത്ത് വരുന്നതും അതേപോലെ ഒരു ചെറിയ സ്റ്റോറാണ്, പക്ഷേ അതും
നല്ല രീതിയിൽ തന്നെ ഈ മാസം ഉണ്ടാവും അത്. പിന്നെ ക്യാപിറ്റൽ മോളും ഇതേപോലെ റെനോവേഷൻ്റെ ഭാഗമായിട്ട് കസ്റ്റമേഴ്സിൻ്റെ റിക്വസ്റ്റ് അനുസരിച്ചാണ് ചെയ്യുന്നത്. കാരണം എന്തായാലും ഷോപ്പുണ്ട്, ബിസിനസ് നടക്കുന്നുണ്ട്. പക്ഷെ അതല്ലാതെ നമ്മൾ അവിടെ ഷോപ്പ് ചെയ്യാൻ വരുന്ന ഓരോ കസ്റ്റമേഴ്സിന് അവരെ കംഫർട്ടും അവരെ എക്സ്പീരിയൻസും ബെറ്റർ ആക്കുക എന്നുള്ളതാണ് നമ്മൾ ഡെയിലി നമ്മൾ മാനേജ്മെൻറ്റ് ചിന്തിക്കുന്നത്. ഇവിടെ ഇപ്പം ടോട്ടൽ എത്ര സ്റ്റാഫ്, എത്ര പേര് ടോട്ടൽ എത്ര ഉണ്ടാവും? 380 മുതൽ 420 വരെയുള്ള സ്റ്റാഫുകൾ ഉണ്ട്. നമ്മൾ പ്രൊമോട്ടേഴ്സും എല്ലാം അത് നമ്മൾ ഇവിടെ ഫിസിക്കലി വർക്ക് ചെയ്യുന്നതാണ്. ഇവിടെയല്ല, മൊത്തം ഗ്രീൻസിന്. അതിന് പുറമേ നമുക്ക് നോക്കാം, നമ്മളെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഇപ്പോൾ സപ്ലയേഴ്സ്, പ്രൊമോട്ടേഴ്സ് ഒക്കെ നോക്കുമ്പോൾ അത് ഹ്യൂജ് ഫാമിലി, അതായത് വലിയൊരു ഫാമിലി തന്നെയായിരിക്കും. വീട്ടിലേക്ക് ഇപ്പോൾ ഈ ഹോം ഡെലിവറി ഒക്കെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാം ഡെലിവറി ഒക്കെ ഡെയിലി തന്നെ ഡെലിവറി ചെയ്യുന്നുണ്ട്. നമ്മൾ പെൻഡിങ് വെക്കാറില്ല. ഇനി അഥവാ കസ്റ്റമർ ഇന്ന് വേണ്ട, അല്ലെങ്കിൽ നമുക്ക് ഡിലേ ആയിട്ടുണ്ടെങ്കിൽ, ഇപ്പം ചിലപ്പം ഒരു വീട്ടിൽ നമുക്ക് 7 മണിക്ക് കയറി പോകാൻ പറ്റില്ല, 8 മണിക്ക് കയറി പോകാൻ പറ്റില്ല, അവർ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ കസ്റ്റമറെ വിളിച്ച് പറയും നമ്മൾ ലേറ്റ് ആവും, നെക്സ്റ്റ് ഡേ മതിയെന്ന് ചോദിച്ച് കസ്റ്റമർ ഓക്കെ ആണ്, അല്ല ഇന്ന് തന്നെ വന്നു എന്ന് പറയണം, ഇന്ന് തന്നെ വെച്ചും ഇല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ വെച്ചു. ഇപ്പോൾ ഇതൊരു കാലഘട്ടത്തിൽ ഓരോ വ്യക്തികളും മുതലാളിമാരാണ്. ഇവിടെ തൊഴിലാളികളല്ല, ഇവിടെ എല്ലാം ഇപ്പം, കാരണം എല്ലാവർക്കും മൊബൈലുണ്ട്. ഓരോരോ ആൾക്കാർക്കും കൃത്യമായിട്ട് അറിയാം ബിസിനസ് എങ്ങനെയാണ്, ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്, അത് ഏത് രീതിയിൽ കൊണ്ടുപോകണം, എവിടെ എത്തിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. അങ്ങനെ പ്രത്യേകിച്ച് കണ്ണൂർ എന്ന് പറയുന്നത് അപ് ടു ഡേറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന, വളർന്നു വരുന്ന ഒരു വലിയൊരു സ്ഥലം കൂടിയാണ്. ഒരുപാട് പേര് വരുന്നുണ്ട്. തീർച്ചയായിട്ടും അവരൊക്കെ ഒന്ന് ഗ്രീൻ ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തെ സ്നേഹിക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടുന്ന് നമ്മൾ നൽകുന്ന ഒരുപാട് എന്താ പറയുക ഓഫേഴ്സ് മാത്രമല്ല, ഒരു സ്നേഹവും അല്ലെങ്കിൽ നൽകുന്ന സർവീസുമാണ് ഈ ഒരു ഗ്രീൻ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നത്. ഒരിക്കലും പറഞ്ഞു തീർക്കാൻ പറ്റാത്ത അത്രയും തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റ്, ഗ്രീൻ ഹൈപ്പർ മാർക്കറ്റ്. അത് വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു മാം. ചോദ്യ ഉത്തരങ്ങളൊന്നുമില്ലാത്ത ഒരു നല്ല രസകരമായിട്ടുള്ള ഒരു ഗെയിം ഷോ, അതാണ് ഗ്രീൻ ഹൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്ന പരിപാടി. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. പ്ലസ് ഓർ മൈനസിൻ്റെ ഈ ഒരു എപ്പിസോഡിൻ്റെ സമയം ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് നല്ല കാഴ്ചകളുണ്ട്. നമുക്കൊരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എന്ത് സാധനം ആയിക്കോട്ടെ, ഉപ്പ് തൊട്ട് കർപ്പൂരം എന്നൊക്കെ പൊതുവെ പറയുന്ന ഒരു പഴമൊഴി ഉണ്ടല്ലോ, അത് കൃത്യമായിട്ട് അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള ഒന്നാണ് ഗ്രീൻ ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇവിടെ വെച്ചിട്ടാണ് ഞങ്ങളുടെ എപ്പിസോഡ് ചിത്രീകരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം വിടാം. ബൈ.